താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷങ്ങളും പിന്നോക്കക്കാരും അനുഭവിക്കുന്ന വിഷമങ്ങൾ പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ഒരു ക്രിയാത്മകമായ ചുവടുവെപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ശ്രീ രാമഭദ്രൻ നയിച്ചിരുന്ന KDF നിന്ന് കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് നമ്മൾ രൂപീകരിച്ച് മുന്നോട്ട് പോയത്. ബഹുമാനായ TV ഭാസ്കരൻ സാറിന്റെ പട്ടികജാതി വർഗവിഭാഗത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ആക്കം കൂട്ടുന്നതിനായി സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈ എടുക്കണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വർദ്ധിച്ചുവരുന്ന ദളിത് പീഡനങ്ങളും അതിക്രമങ്ങളും അവസാനിപ്പിച്ച് സാമൂഹിക സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് ഉടൻ നടത്തണമെന്ന് KDF സംസ്ഥാന കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. എയ്ഡഡ് നോൺ മൈനോറിറ്റി വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തുക, താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ ആക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു. PG പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ച, എന്റെ സമൂഹം അനുഭവിച്ച, ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ കുടുംബം അനുഭവിച്ച വിഷമങ്ങളിൽ നിന്നാണ് ദളിത് മേഖലയുടെ പ്രവർത്തനത്തിന് ആക്കം കൂട്ടി പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. ഒട്ടേറെ ഗവൺമെന്റ് കമ്മിറ്റികളും ഒട്ടേറെ സൗകര്യങ്ങളും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും സമ്പത്ത് ഉണ്ടാക്കാനുള്ളതല്ല, പണം ഉണ്ടാക്കാനുള്ളതല്ല എന്നുള്ളതാണ് പൊതുപ്രവർത്തനം. പ്രത്യേകിച്ച് ദളിത് ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾ സത്യസന്ധമായി നിൽക്കണം എന്നുള്ളതും പൊതുജീവിതത്തിൽ സംശുദ്ധി കാത്തുസൂക്ഷിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിലുള്ള ആളുകളാണ് ഈ കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക്കിൽ ഇപ്പോഴുള്ളത്. V നാരായണൻ, A രതീഷ്, ബിനാൻസ് B, തങ്കപ്പൻ PM, മണി കുബളത്താൻ, മുരളി കൃഷ്ണൻ P, അഡ്വക്കേറ്റ് സുന്ദരൻ, ഷൈജു കരിഞ്ചാപ്പാടി, അനിൽ, രാജീവ്, തിരുവനന്തപുരം തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ വളർത്തിയെടുത്തു. പക്ഷേ നവോത്ഥാനം ഞങ്ങളിലൂടെ ഉണ്ടാക്കേണ്ടിയിരുന്നു. അദ്ദേഹം എന്താ സെറ്റുകാരില്ലല്ലോ. അധികാരം കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വാഴി. തീർച്ചയായും ദളിത് ഫെഡറേഷന്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി വൈസ് മെമ്പറല്ലേ